നമ്മൾ ഇന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ അഭിവന്ദ്യനായ സക്കറിയാസ് മാർ ഷെവോറിയോസ് എന്ന യുവ മെത്രാപ്പൊലീത്തായുടെ ഒരു പ്രഭാഷണ ശകലമാണ് പ്രത്യേകമായി ചിന്തിക്കുന്നത്. വളരെ ആദരണീയനും സുസമ്മതനുമായ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഇളമുറ മെത്രാന്മാരിൽ ഒരാൾ ആയിരിക്കുന്ന ഇദ്ദേഹം ഈ അടുത്ത കാലത്തായി വളരെ ആക്ഷേപകരമായ സംഗതികൾ അവിവേകത്തോടെ പ്രസ്താവിക്കുന്നു എന്ന് പറയാതെ തരമില്ല. അതുകൊണ്ട് ആ ക്ലിപ്പ് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. മലങ്കര മെത്രാപ്പൊലീത്തായി സ്വയമായി അവരോധിക്കപ്പെടുന്നുണ്ട്. ചരിത്രം അറിയാവുന്നവർക്ക് ഓർമ്മയുണ്ട്. ശരിയായ തെരഞ്ഞെടുപ്പും ജനങ്ങളുടെ സ്വീകാര്യവും ഇല്ലാതിരുന്ന ആ മലങ്കര മെത്രാപ്പൊലീത്തായെ മലങ്കര നസ്രാണികളിൽ ബഹുഭൂരിപക്ഷവും അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്നൊരു പള്ളിയോഗം വിളിച്ചുകൂട്ടി ഭൂരിപക്ഷം തെളിയിക്കാനുള്ള ആർജവം അദ്ദേഹം കാട്ടുന്നുമില്ല എന്ന് സഭാചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട്. മലങ്കര മെത്രാപ്പൊലീത്ത എന്ന നാമം എത്രമേൽ നിസ്തുലമായ ഒന്നായിട്ടാണ് മലങ്കര സഭ ഗണിക്കുന്നത്. അത് കേവലം കാര്യസ്ഥപ്പണിക്ക് തുല്യം ചാർത്തി കൊടുക്കുന്ന ഒരു നാമമല്ല. ഇത് ചരിത്രത്തിന്റെ അപനിർമ്മാണമാണ്. ഈ അടുത്ത കാലത്തായി ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം ഒരു വശത്തുകൂടെയും സിറോ മലബാർ സഭ മറ്റൊരു വശത്തുകൂടെയും നടത്തുന്ന വലിയ പ്രോജക്റ്റിന്റെ പേരാണ് ചരിത്രത്തിന്റെ അപനിർമ്മാണം. ചരിത്രത്തിന്റെ അപനിർമ്മാണത്തിൽ ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ മുൻനിര തൊഴിലാളിയായി ഇദ്ദേഹം അധപ്പതിക്കുകയാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ വായനയിൽ നിന്നും ഉത്തമമായ ബോധ്യത്തിൽ നിന്നുമാണ് ഈ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിൽ ഇദ്ദേഹം പറയുന്നുണ്ട് സഭാചരിത്രം വായിക്കുമ്പോൾ. അപ്പൊ അദ്ദേഹം ഏത് ചരിത്രമാണ് വായിച്ചത് എന്നറിയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് മാത്രമല്ല, എല്ലാ ശ്രോതാക്കൾക്കും. ഇദ്ദേഹം അത്താനാസിയോസ് എന്നൊക്കെ നമ്മൾ കൂട്ടുകാരുടെ പേര് പറയുന്നത് പോലെ പറഞ്ഞ അത്താനാസിയോസ് ആലുവായിലെ വലിയ തിരുമേനി എന്നറിയപ്പെടുന്ന ഇരു വിഭാഗത്തിന്റെയും ആദരവുകൾ പിടിച്ചുപറ്റിയ വലിയ മെത്രാപ്പൊലീത്തയെ കുറിച്ചാണ്, ആലുവ വലിയ തിരുമേനിയെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് ഞാൻ ആമുഖമായി പറയട്ടെ. ഇദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഞങ്ങളുടെ നാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അയൽ നാട്ടിലുള്ള ആളാണ്. വാകത്താനം സ്വദേശിയാണ്. ചിറത്തലേട്ട് കുടുംബത്തിലെ അംഗമാണ്. ചിറത്തലാട്ട് മെത്രാച്ചൻ എന്ന് വിളിക്കപ്പെടുന്ന മെത്രാച്ചനാണ്. അപ്പൊ ഇദ്ദേഹം ഇത്രയും അവിവേകത്തോടെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിന്റെ അല്പം പിന്നാമ്പുറം നമ്മൾ മനസ്സിലാക്കണം. ചിറത്തലേട്ട് കുടുംബക്കാരും സഭയുമായിട്ടുള്ള ബന്ധം, ചില പിന്നാമ്പുറ കഥകൾ മനസ്സിലാക്കുമ്പോഴേ ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തിന്റെ, ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു, എന്തിനു പറഞ്ഞു, ആരോട് പറഞ്ഞു, എവിടെ വെച്ച് പറഞ്ഞു, ഇതൊക്കെ നമ്മൾ പരിശോധന വിധേയമാക്കുമ്പോഴേ നമുക്കതിന്റെ പൂർണ്ണമായ ഒരു ആസ്വാദ്യത കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ വാകത്താനത്ത് പുത്തൻചന്ത പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. ആ പള്ളി, അവിടെയുള്ള ആളുകളൊക്കെ ചിറത്തലേട്ട് പള്ളി എന്ന് പറയാറുണ്ട്. കാരണം ചിറത്തലേട്ടുകാർ വെച്ച ഒരു പള്ളിയാണ്. 1912 ഈ സഭാ ഭിന്നിപ്പില് വാകത്താനം വലിയ പള്ളി മെത്രാൻകക്ഷി വിഭാഗത്തിലാണ് നിന്നത്. വാകത്താനത്തുള്ള ചിറത്തലേട്ട് എന്ന് പറയുന്ന വീട്ടുകാര് അവിടെ ഇടവക കൂടി നടന്നു. അവരുടെ കൂട്ടത്തിലുള്ള ഒരു പയ്യൻ, ജോർജ് എന്നു പേരുള്ള ഒരു പയ്യൻ, കൃത്യമായി പറഞ്ഞ CV ജോർജ്, അവന് ഒരു കത്തനാരാകാൻ മോഹമുദിച്ചു. അങ്ങനെ ഈ പയ്യൻ വള്ളിക്കാട്ട് ദേറായെ ചെന്ന് വള്ളിക്കാട്ട് ബാവയെ കണ്ട് തന്റെ ആഗ്രഹം അറിയിച്ചു. വള്ളിക്കാട്ട് ബാവ പറഞ്ഞു ഇവിടെ നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ വള്ളിക്കാട്ട് ദേറായിൽ ഈ പയ്യൻ നിൽക്കാൻ തുടങ്ങി. അവിടെ സുറിയാനി പഠിക്കാനും നമസ്കാരം പഠിക്കാനും ഒക്കെ ആയിട്ട് അവിടെ നിന്നു. വാകത്താനം വലിയ പള്ളി വികാരി ഏതോ ഒരു കാര്യത്തിന് ദേറായി ചെന്നപ്പോ ഈ ചെറുത്തലാട്ടെ പയ്യൻ അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പൊ വികാരിയച്ഛൻ
വള്ളിക്കാട്ട് ബാവയോട് ചോദിച്ചു, ഇവൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അപ്പൊ പട്ടമേക്കാനുള്ള വർഗീസിന്റെ താല്പര്യം, വർഗീസ് എന്ന് പറഞ്ഞാൽ ജോർജും വർഗീസ് ഒരു പേരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഗീവറീസിന്റെ ഇംഗ്ലീഷാണ് ജോർജ്. വർഗീസിന്റെ താല്പര്യം ബാവ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ അത് ഇഷ്ടപ്പെട്ടില്ല. അടുത്ത ഞായറാഴ്ച ഈ അച്ഛൻ കുർബാന മധ്യേ ഒന്ന് ട്രോളി. കുർബാന മധ്യേ പറഞ്ഞു, ഇങ്ങനെ ഒരു പയ്യൻ അവിടെ അച്ഛനാകാൻ വേണ്ടി തയ്യാറായി നിൽപ്പുണ്ട്. വാഗത്താനത്തുള്ള അന്നൊക്കെ ഈ മിഷൻ പള്ളി, പൊലപ്പള്ളി എന്നൊക്കെ പറയും, പൊലപ്പള്ളിക്ക് വേണ്ടി പട്ടയേക്കാനായിരിക്കും പയ്യൻ അവിടെ നിൽക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. ഇത് പള്ളിയിൽ വളരെ അപമാനമായി തീർന്നു, അപമാനിതരായി. ഇങ്ങനെ അപമാനിതരായ ചെറുത്തലാട്ടുകാര് ഈ വള്ളിക്കാട്ട് ബാവയെ പോയി കണ്ട് സങ്കടം പറഞ്ഞു. പക്ഷെ വള്ളിക്കാട്ട് ബാവ ഈ അച്ഛന്റെ മുമ്പിൽ നിസ്സഹായനായിരുന്നു. അച്ഛൻ കരുത്തനായിരുന്നു. ബാവയ്ക്ക് അവരോടൊന്നും എതിർക്കാനുള്ള കഴിവോ ധൈര്യമോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അച്ഛനെ പേടിയുള്ള ബാവ കൈമലത്തി. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാനാ അച്ഛൻ ഇങ്ങനെ പറഞ്ഞതിന്. അങ്ങനെ അപമാനിതരായ ഈ ചെറുത്തലാട്ട് കുടുംബക്കാര് മിഖായേൽ തിരുമേനിയെ പോയി കണ്ട് ശരണം പ്രാപിച്ചു. മിഖായേൽ മാർ ദീവന്നാസ്യോസ് തിരുമേനി അവരെ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഈ പയ്യന് പട്ടം കൊടുക്കാമെന്നും ഒക്കെ പറഞ്ഞു. ഒരു പുതിയ പള്ളി നമ്മൾ വാഗത്താനത്ത് വെക്കണം, കാരണം വാഗത്താനം വലിയ പള്ളി ഇപ്പം മെത്രാങ്കക്ഷിയുടെ പിടിയിലാണല്ലോ. അങ്ങനെയാണ് ഈ പുത്തൻചന്തയില് ഒരു പുതിയ പള്ളിക്ക് തറക്കല്ലിടുന്നത്. മിഖായേൽ മാർ ദീവന്നാസ്യോസ് തിരുമേനിയാണ് പള്ളി ഊദാശ ചെയ്തത്. പള്ളിയുടെ കുരിശും തൊട്ടി മഞ്ഞനിക്കര ബാവയുടെ പേരിൽ സ്ഥാപിച്ചു. 58 കാലഘട്ടത്തിലുണ്ടായ യോജിപ്പിൽ നിന്ന് പോലും വേറിട്ട് മാറി നിന്ന ചരിത്രമാണ് പള്ളിക്കുള്ളത്. അപ്പം അച്ഛനായി തീർന്ന പയ്യൻ പിൽക്കാലത്ത് ദമാസ്കസിൽ നേരിട്ട് പോയി പാത്രിക്കീസ് ബാവയുടെ അടുത്ത് എന്ന് സഭ യോജിച്ചിരുന്ന കാലമായിട്ട് പോലും ഇവിടെ നിന്ന് കോർപ്പിസ്കോപ്പ സ്ഥാനം മേടിക്കാതെ പാത്രിക്കീസ് ബാവയുടെ അടുത്ത് പോയി കോർപ്പിസ്കോപ്പ സ്ഥാനമൊക്കെ മേടിച്ചു. 1965 ശേഷം പള്ളി വളരെ മനോഹരമായി പുതുക്കി പണിത പള്ളി ഔഗേം ബാവ ഉദാശ ചെയ്തു. ഇതാണ് ഈ പുത്തൻചന്ത പള്ളി അഥവാ ചെറുത്തലാട്ട് പള്ളി. ആ പള്ളിയുടെ സന്താനമാണ് ഇപ്പോ ഈ വലിയ പ്രസംഗം നടത്തുന്ന ഈ മെത്രാച്ചൻ. ഞാൻ എൻ്റെ ഒരു പശ്ചാത്തലം കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം, എങ്കിലേ നമുക്ക് മുഴുവൻ ചരിത്രവും കാര്യങ്ങളുടെ കിടപ്പും നമുക്ക് പിടികിട്ടത്തുള്ളൂ. CB ജോർജ് അച്ഛൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞ നമ്മുടെ കഥയിലെ ആ പയ്യൻ CB ജോർജ് അച്ഛൻ സഭാ ഭിന്നതയുടെ സമയത്ത് വലിയ ആവേശത്തോടെ പ്രസംഗിക്കുന്ന അച്ഛനായിരുന്നു. അച്ഛന്റെ ഒരു പ്രസംഗം ഇന്നും വാഗത്താനത്തുള്ള പഴയ തലമുറ ഓർക്കുന്നുണ്ട്. കല്ലാശ്ശേരി ബാവായെ കോണകം കെട്ടിച്ച് ആലുവ വലിയ തിരുമേനിയുടെ അടുക്കലേക്ക് നടത്തിക്കും എന്ന് പരസ്യമായി പ്രസംഗിച്ച ആളാണ് CB ജോർജ് അച്ഛൻ. ആ തന്റെ പിതാമകൻ ഏത് തിരുമേനിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ആ തിരുമേനിയുടെ പ്രൗഢിയിലും അധികാരത്തിലും ഊറ്റം കൊള്ളുകയും ഒക്കെ ചെയ്തോ, ആ തിരുമേനിയാണ് ചെറുമകൻ ചുമ്മാ നിന്നിപ്പോ ആക്ഷേപിക്കുന്നത്. ഇപ്പൊ കാലത്തിന്റെ നീക്കത്തിൽ മനുഷ്യർക്ക് വരുന്ന മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. അതാണ് ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതേപ്പറ്റിയൊക്കെ അഭിമന്യ തിരുമനസ് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ മെത്രാങ്കക്ഷിക്കാരിലെ ഏതോ ഒരു ബിരുദൻ തപാലിൽ ഒരു കോണകം ഈ CB ജോർജ് അച്ഛന്റെ വീട്ടിലോട്ട് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് അന്ന കാലത്ത് വാഗത്താനത്ത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. അപ്പൊ സഭ യോജിച്ചു നിന്ന കാലത്ത് പോലും അദ്ദേഹം പാത്രിയർക്കീസ് ബാവയിൽ നിന്ന് നേരിട്ട് സ്ഥാനം മേടിക്കാൻ പോയ ചരിത്രവും ഉണ്ട്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ. അപ്പൊ അത്രമാത്രം പാത്രിയർക്കീസ് പക്ഷത്ത് ഉറച്ചു നിന്ന, കാരണം അത്ര തിക്താനുഭവം, അത്ര തിരസ്കരണത്തിന്റെയും അപമാനത്തിന്റെയും അനുഭവം. പണ്ട് മഹാഭാരത കഥയില് ദ്രോണരുടെ കുട്ടികൾക്ക് പശുവിൻ പാലാണെന്ന് പറഞ്ഞ് അരിമാവ് കലക്കി കുടിപ്പിച്ച അപമാനിതരായ ഒരു സംഭവമുണ്ട്. അത് യുദ്ധം വന്നിട്ട് പോലും ദ്രോണരെ ഉറച്ചു നിന്നു. അതാണ് വംശശുദ്ധിയുടെ ഒരു ശക്തിയാണത്. അപ്പം ഈ 74 ഇത്ര ധൈര്യത്തോടെ നിന്ന ഈ അച്ഛനെ 74 ഈ സൺഡേ സ്കൂൾ ഡയറക്ടർ സ്ഥാനം, സഭ പിന്നെ പിളർന്നപ്പോ, യോജിച്ച സഭ പിന്നീട് പിളർന്നപ്പോ വട്ടാക്കുന്ന ബാവയുടെ കാലത്തെ പിളർപ്പിൽ ഈ സൺഡേ സ്കൂൾ ഡയറക്ടർ സ്ഥാനവും 250 രൂപ മാസം സ്റ്റൈഫൻഡും കൊടുത്ത് ഈ അച്ഛനെ അവർ കൂറുമാറ്റിച്ചുകൊണ്ട് പോയി. അച്ഛൻ മറുകണ്ഠം ചാടിയപ്പോ വളരെ കുറച്ച് ആളുകളെ ആ കൂടെ പോയുള്ളൂ. കാരണം പണ്ട് ഏറ്റ അപമാനം അവർ ഓർത്തിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ തിരുമേനിയുടെ, ഇപ്പൊ ഈ പ്രസംഗിച്ച തിരുമേനിയുടെ പിതാവ് രാജു അടക്കം അന്ന് യാക്കോബായ പക്ഷത്ത് ഉറച്ചു നിൽക്കുകയായിരുന്നു. കുറിച്ചി പുത്തമ്പള്ളിയിൽ നിന്ന് പോകുന്ന ഈ ലോറിയുടെ പുറകെ കയറി പാത്രിക്കീസിന് ജയ് വിളിച്ച് ചെറുത്തലാട്ട് അച്ഛനെ, സ്വന്തം കുടുംബത്തിൽപ്പെട്ട അച്ഛനെ ചീത്ത വിളിച്ചൊക്കെ മുദ്രാവാക്യം വിളിച്ച് പോരുന്ന ആളാണ് ഈ മെത്രാച്ചന്റെ പിതാവ്. ഇതിനകത്ത് മറ്റൊരു പെട്ടെന്നൊരു ട്വിസ്റ്റ് ഉണ്ടായി. ഈ ചെറുത്തലാട്ടുകാരുടെ പള്ളിയിൽ CB ജോർജ് അച്ഛനെ അസിസ്റ്റ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ പിതാവായിരുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവ് നല്ല ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. ബെഫിയുടെ ഒരു പ്രവർത്തകനായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ബെഫി എന്ന് പറയുന്ന ഇടതുപക്ഷ ബാങ്ക് ജീവനക്കാരുടെ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, അതിൽ അംഗമായിരുന്നത് കൊണ്ട് തന്നെ ഒരു ഇടതുപക്ഷ സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്വാഭാവികമായും
പ്രസിദ്ധീകരണങ്ങളും മാസികകളും ഒക്കെ വരുത്തുമായിരുന്നു. അപ്പൊ ചെറുപ്പം മുതലേ ഈ ദേശാഭിമാനി, ചിന്തയും പോലെയൊക്കെയുള്ള സാധനമൊക്കെ വായിക്കാനുള്ള അവസരം, അങ്ങനെ ഈ സാക്കേർ അച്ഛൻ പിൽക്കാലത്ത് അറിയപ്പെട്ട ഇദ്ദേഹത്തിന്റെ വായനാകാലവും അറിവും ഒക്കെ വർദ്ധിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ഭാഷാശുദ്ധി ഒക്കെ ഉള്ള ഒരു ഭാഷാ സ്വാധീനം ഒക്കെ അദ്ദേഹത്തിന് കൈവന്നതൊക്കെ നല്ല കാര്യമാണ്. പോസിറ്റീവായിട്ടാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ മെത്രാന്മാരിലൊക്കെ പൊതുസമൂഹത്തിൽ ഒരു പ്രതീക്ഷ പകരുന്ന വിധത്തിൽ ഇദ്ദേഹം വൈദികനായിരുന്ന കാലത്തും നമ്മുടെ കേരളത്തിന് വളരെ പ്രിയങ്കരനായ, വളരെ സ്വീകാരനായ കാപ്പുച്ചിൻ അച്ഛനുണ്ട്, ബോബി ജോസ് കട്ടിക്കാട്. അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലി അനുകരിച്ച് ഒക്കെ സംസാരിച്ചുകൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റി കടന്നു വന്ന ഒരു വൈദികൻ സാഖേർ എന്ന് പറയുന്ന അച്ഛൻ. പിന്നീട് ഇദ്ദേഹം ചില പുസ്തകങ്ങളൊക്കെ എഴുതുകയും അപ്പൊ നന്നായി എഴുത്തും വായനയും ഒക്കെ അറിയാവുന്നതാണ്. അപ്പൊ കഴിവുകളുണ്ട്, അറിവുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാതെ തികച്ചും തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നു. വളരെ വഷളായി പോകാനുള്ള എല്ലാ സാധ്യതയും ഇദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ പറ്റി എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് ഈ പട്ടം കൊടുക്കുന്ന ഇദ്ദേഹത്തെ അനുമോദിക്കുന്ന പട്ടം കൊടുക്കുന്ന മീറ്റിംഗിലായിരുന്നു, ഇദ്ദേഹത്തിന്റെ അനുമോദന മീറ്റിംഗിലായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പൊ മാർത്തോമ സഭയുടെ സഫ്രഗ മെത്രാപ്പോലിത്ത ആയിരിക്കുന്ന ബർണബാസ് തിരുമേനി, അദ്ദേഹം പുതുപ്പള്ളിക്കാരനാണ്. അദ്ദേഹം ആശംസ പറയുന്ന ഒരു ഭാഗം യൂട്യൂബിൽ കിടപ്പുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇദ്ദേഹത്തെ ഒരിക്കൽ മലങ്കര 3 മാല അണിഞ്ഞ് കാണാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ആശംസയാണ്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കാതോലിക്ക ബാവയായി വരട്ടെ എന്നാണ് ആശംസിച്ചത്. അത് എനിക്കും സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ മത്തായി 3-ാമൻ ബാവയുടെ ഒരു ഉത്തമ പിൻഗാമിയായിട്ട് എല്ലാ അർത്ഥത്തിലും ഇദ്ദേഹം ഒരു കാതോലിക്ക ബാവയായി 3 മാല അണിഞ്ഞ് നിൽക്കട്ടെ. അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ ആളുകൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ഈ വ്യക്തി ഒരു ശരാശരി സാക്ഷിയുടെ നിലവാരത്തിലേക്ക് താങ്കൾ അധപ്പതിക്കരുതായിരുന്നു എന്ന്. അപ്പൊ തിരുമേനി അങ്ങനെ ഒരു ശരാശരി കോടതി സാക്ഷിയുടെ അല്ലെങ്കിൽ ശരാശരി മെത്രാൻ കക്ഷിക്കാരന്റെ നിലവാരത്തിലേക്ക് അങ്ങ് അധപ്പതിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ മോശമാണ്. പ്രായത്തിലൊക്കെ എന്നേക്കാൾ വളരെ ഇളയതാണ് ഈ തിരുമേനി. എങ്കിലും ഞാൻ ആ സ്ഥാനം ബഹുമാനിച്ചും മലങ്കര അദ്ദേഹത്തിലുള്ള പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. അപ്പോ താങ്കൾ ഇത്തരത്തിലുള്ള നുണ പറഞ്ഞിട്ട് ഇത്രയും നിലവാരത്തിൽ അധപ്പതിച്ചു പോകരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഈ ചെറുത്തലാട്ട് അച്ഛൻ എന്ന് പറഞ്ഞ മെത്രാൻ കക്ഷിയിലോട്ട് 250 രൂപയ്ക്കും സൺഡേ സ്കൂൾ ഡയറക്ടർ സ്ഥാനത്തിനും കൂറുമാറിപ്പോയ ഈ പഴയ പാത്രക്കീസിന്റെ പോരാളിയായ അപമാനിക്കപ്പെട്ട അച്ഛൻ, അദ്ദേഹം അതൊക്കെ മറന്നു. അദ്ദേഹത്തിന് മാത്രം അവിടെ കുർബാന കൊല്ലാൻ അവസരമുള്ളൂ ഈ ചെറുത്തലാട്ട് പള്ളിയിൽ. പക്ഷേ പാത്രക്കീസ് കക്ഷിക്കാർക്കും മെത്രാൻ കക്ഷിക്കാർക്കും പള്ളിയിൽ പ്രവേശിക്കാം എന്ന നിലപാടെടുത്തു. അപ്പം ആ പള്ളി ഭൂരിപക്ഷം യാക്കോബക്കാരായിരുന്നു, അവരതിനെ എതിർത്തില്ല. അങ്ങനെ വളരെ ലോകത്തില് ഇതിങ്ങനെ പോവാണ്. ഒരിക്കലും ഒരു വിവാഹം നടത്താൻ പെരുമ്പള്ളി തിരുമേനി പള്ളി വന്നപ്പോൾ എതിർപ്പുണ്ടാവുകയും അതൊരു തർക്കത്തിൽ കലാശിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇവരുടെ തനിനിറം പുറത്തു വന്നു. പിന്നീട് ഈ CV ജോർജ് അച്ഛനെ ഈ കുർബാന ചൊല്ലുന്ന സമയത്ത് സഹായിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പിതാവായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞു ഈ മെത്രാച്ചന്റെ പിതാവായിരുന്നു. ആ സമയത്താണ് യാക്കോബായ പക്ഷത്തുള്ള ഒരു പയ്യൻ UTC കോളേജിൽ തിയോളജി പഠിക്കാൻ വേണ്ടി ചേർന്നു. അപ്പൊ മെത്രാൻ കക്ഷിക്കാർ അപകടം മണത്തു. അപ്പൊ അതേക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. മഞ്ഞിനിക്കര ബാബായുടെ പെരുന്നാള് ഈ പള്ളി നടത്തിയപ്പോ ഈ CV ജോർജ് അച്ഛനെ സഹായിക്കാൻ വന്ന അച്ഛൻ, മെത്രാൻ കക്ഷി അച്ഛൻ അബ്ദുൾ മിശിഹ ബാബയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതോടെ പള്ളിക്കകത്ത് വലിയ തർക്കങ്ങളുണ്ടായി. അങ്ങനെ പിന്നീട് ഈ CV ജോർജ് അച്ഛൻ മരിച്ചതോടെ പള്ളി പൂട്ടി. അപ്പൊ യാക്കോബായ, പ്രത്യേകിച്ച് അവരുടെ കുടുംബത്തിൽ നിന്ന് അച്ഛനില്ല. അപ്പൊ അങ്ങനെയാണ് യാക്കോബായ വിഭാഗത്തിൽപ്പെട്ട ബിജി എന്ന് പറയുന്ന യുവാവ് UTCയിൽ വേദശാസ്ത്രം, തിയോളജി പഠിക്കാൻ വേണ്ടി ചേർന്നു. അപ്പൊ എന്ത് ചെയ്തു? മെത്രാൻ കക്ഷി ദേവലോകത്തിന് അപകടം മണത്തു. ഒരു പള്ളി കയ്യിൽ നിന്ന് പോകും എന്ന് തോന്നിയപ്പോ പെട്ടെന്ന് ഈ ബാങ്ക് ജോലിക്കാരനായ ഈ ഇദ്ദേഹത്തിന്റെ പിതാവിനെ ഒരു ക്രാഷ് കോഴ്സിൽ ചേർത്തിട്ട്, ഇപ്പം അവർ വലിയ വാചകം അടിക്കുന്നുണ്ട്, കൃത്യമായ വേദശാസ്ത്ര വിദ്യാഭ്യാസം കൊടുത്തിട്ടാണ് അവർ വൈദികരെ എടുക്കുന്നതൊക്കെ. അതൊക്കെ ചുമ്മാതെയാണ്. ഒരു ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മാസത്തെ കോഴ്സ് ഉറുശിമ വെക്കാൻ പഠിപ്പിച്ച് പെട്ടെന്ന് അച്ഛനാക്കി മാറ്റി രാജു അച്ഛൻ. അപ്പൊ നിങ്ങൾ ഓർക്കണം, കുറിച്ചി പുത്തമ്പള്ളിക്കാരന്റെ ലോറിയുടെ പുറകിൽ നിന്ന് പാത്രികി സ്വാമിക്ക് ജയ് വിളിച്ച് അലറി കൂയി ഇടയ്ക്ക് ആനപ്പുറത്ത് വലിഞ്ഞു കയറൊക്കെ ചെയ്ത ചരിത്രമുണ്ട്. അങ്ങനെയുള്ള ഒരു എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ മതിച്ചു നടന്ന ഒരു മനുഷ്യനാണ്. അയാളെ പിടിച്ച് പെട്ടെന്ന് ഇവർ മോഹന വാഗ്ദാനമൊക്കെ കൊടുത്ത് അച്ഛനാക്കി. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിന്റെ മകനാണ് ഈ ബഹുമാന്യനായ ആദരണീയനായ ഈ മെത്രാപ്പോലിത്ത. നിങ്ങൾ ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണമല്ലോ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ചരിത്രം. അപ്പൊ ഞാൻ പറഞ്ഞ ബിജി എന്ന് പറയുന്ന യുവാവ് പഠിച്ചിറങ്ങി അച്ഛനായി കഴിഞ്ഞാൽ പള്ളി സ്വാഭാവികമായിട്ട് യാക്കോബായ പക്ഷത്തേക്ക് പോകുമെന്ന് അപകടം മുന്നിൽ കണ്ട്, ഇതുപോലെ തന്നെ മണർകാട്ടിൽ നിന്ന് ഒരു മൂലയിലെ ജോർജ്, അതൊരു ജോർജാണ്, ജോർജിനെ ദേവലോകക്കാർ അച്ഛനാക്കി. അദ്ദേഹത്തെ എനിക്കറിയാവുന്ന ചിട്ടി കമ്പനിയൊന്നുമല്ല, സൈക്കിളിൽ നടന്ന് ചെറിയ ചിട്ടിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന മൂലയിലെ ജോർജിനെ പിടിച്ച് അച്ഛനാക്കി. ഒരു വിദ്യാഭ്യാസം കൊടുക്കാതെ അച്ഛനാക്കി. അതുകൊണ്ട് യാക്കോബായ സഭയില് വൈദിക വിദ്യാഭ്യാസം ഇല്ലാത്തവരെ അച്ഛന്മാരാക്കി എന്ന് പറയുന്ന മെത്രാൻ കക്ഷിക്കാര് ടപ്പെന്ന് അച്ഛന്മാരാക്കി 2 പേരുടെ കഥയാണ് ഞാൻ പറഞ്ഞു. ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ക്രാഷ് കോഴ്സ് പോലും ഇല്ലാതെ നിങ്ങൾ അച്ഛന്മാരൊക്കെ ആക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ന്യായീകരണമൊന്നും പറയേണ്ട ആവശ്യമില്ല.
ഇതൊരു പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് ഈ വിജയച്ചൻ പിന്നീട് ബാംഗ്ലൂരെ പഠനമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ദമാസ്കസിൽ പോവുകയും സുറിയാനി പഠിക്കുകയും പാത്രിക് സ്വായുടെ കൂടെ നിൽക്കുകയും പിന്നീട് വിയന്നായി പോയി അദ്ദേഹം ഡോക്ടറേറ്റ് എടുക്കുകയും അതിനുശേഷം അദ്ദേഹം ലണ്ടനിൽ വന്ന് സെറ്റിൽഡ് ആവുകയൊക്കെ ചെയ്തു. ബിജി ചെറുത്തലാട്ട് അദ്ദേഹം നമുക്കൊരു നൊമ്പരത്തിന്റെ ഓർമ്മയാണ്. വളരെ കഴിവുള്ള, പ്രാർത്ഥനാ സ്വഭാവമുള്ള, സമർപ്പിതനായ ഒരു പുരോഹിതനായിരുന്നു. കോവിഡിന്റെ സമയത്ത് എല്ലാവർക്കും വലിയൊരു നൊമ്പരമായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് കോവിഡ് ബാധിതനായി UK വെച്ച് മരിച്ചു. അദ്ദേഹത്തെ പറ്റി അന്ന് അനുസ്മരണമൊക്കെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. കോവിഡിന്റെ സമയത്ത് നമ്മൾ വളരെ ജാഗ്രതയോടെ ഇരിക്കുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഒരു കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ആ വാർത്തയൊക്കെ അന്ന് നമ്മൾ കേട്ടതാണ്. വിജയച്ചൻ രോഗബാധിതനായി പെട്ടെന്ന് തന്നെ മരിച്ചു. 2 ദിവസം മറ്റോ കിടന്നുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് ഈ ശ്വാസകോശത്തിന് അല്ലെങ്കിൽ ശ്വാസതടസ്സത്തിന്റെ അസുഖം ഉണ്ടായിരുന്നു. ആസ്മാറ്റിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കോവിഡ് രോഗികളുടെ ഇടയിൽ ഇടപഴകരുതെന്ന് അദ്ദേഹത്തിന് മുന്നറിയിപ്പ് അദ്ദേഹത്തിന്റെ പെങ്ങളും മറ്റ് പ്രിയപ്പെട്ടവരൊക്കെ വളരെ കർശനമായി വിലക്കിയിരുന്നെങ്കിലും അദ്ദേഹം അതൊന്നും വകവെക്കാതെ ഞാൻ ഈ കുപ്പായം അണിഞ്ഞിരിക്കുന്നത് ഇവരെ ആശ്വസിപ്പിക്കാനാണെന്ന് പറഞ്ഞ് രോഗികളുടെ ഇടയിൽ ഓടി നടന്ന് അവരെ ആശ്വസിപ്പിക്കുകയും അങ്ങനെ തനിക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ട് വൾണറബിൾ ആയിരുന്നു എങ്കിലും അദ്ദേഹം അതൊന്നും വകവെക്കാതെ അപ്പൊ അദ്ദേഹത്തെ വാൺ ചെയ്ത പറഞ്ഞ ഒരാൾക്ക് അയച്ച മറുപടി, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ഈ രോഗികൾ ഇത്രയും ഹതാശരായും നിരാശരായും പ്രത്യാശയില്ലാതെ വിഷമിക്കുമ്പോൾ ഞാൻ വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ചാപ്ലൈനായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ രോഗികളെ ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ ഇടയിലൂടെ നടന്ന് അതേ രോഗത്താൽ ബാധിതനായി അദ്ദേഹം മരിച്ചു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ശവസംസ്കാരം എങ്ങനെ നടത്തും? കോവിഡിന്റെ സമയമാണ്, യാതൊരു സാധ്യതയുമില്ല, ആരും അറിയപ്പെടാതെ എവിടെയെങ്കിലും വലിച്ചെറിയപ്പെടും എന്നോർത്ത് അദ്ദേഹം കുറെ കാലം യാക്കോബായ സഭയുടെ സെമിനാരി പഠിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എല്ലാവർക്കും പ്രിയങ്കരനായ അധ്യാപകനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ജോസഫ് ബാവ അന്ന് ജോസഫ് മാർ ഗ്രിഗോറിയസ് തിരുമേനി ആയിരുന്നപ്പം ഇദ്ദേഹത്തെ അനുസ്മരിച്ച് 2000 നടത്തിയ പ്രസംഗമധ്യേ ഇദ്ദേഹത്തിന്റെ ശവസംസ്കാരം എങ്ങനെ നടത്തും എന്നോർത്ത് പ്രസംഗമധ്യ അദ്ദേഹം കരയുന്ന വീഡിയോ ഒക്കെ അന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത്രമാത്രം എല്ലാവർക്കും വലിയ സങ്കടമായിരുന്നു. കാരണം കോവിഡിന്റെ സമയത്ത് പക്ഷെ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ആരോഗ്യ വകുപ്പും സിറ്റി കൗൺസിലും ചേർന്ന് ഉചിതമായ ഇദ്ദേഹത്തിന്റെ മൃതശരീരം ഗ്ലാസ് കൊണ്ടുള്ള ഒരു പേടകത്തിൽ ആക്കി 4 കുതിരകളെ പൂട്ടുന്ന ഒരു രഥത്തിൽ ഇദ്ദേഹത്തിന്റെ മൃതദേഹം വെച്ച് വളരെ ആദരവോടെ ഒരു ശവസംസ്കാരമൊക്കെ വിജയച്ചന് കിട്ടി. ഈ ചെറുത്തലേട്ട് കുടുംബത്തില് അവരുടെ പൂർവിക പാരമ്പര്യം അനുസരിച്ച് പാത്രികീസ് പക്ഷത്ത് ഉറച്ചു നിന്ന ഒരു അച്ഛനായിരുന്നു അദ്ദേഹം. വളരെ ആദരവോടെ എല്ലാവരുടെയും സ്നേഹവും ആദരവും പിടിച്ചു പറ്റിയ ഒരു മനുഷ്യനായിരുന്നു, ഒരു പുരോഹിത ശ്രേഷ്ഠനായിരുന്നു വിജയച്ചൻ. അദ്ദേഹത്തെ ഞാൻ ഭംഗിന്തരേനെ ഇവിടെ അനുസ്മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മെത്രാങ്കക്ഷിയിലാണെങ്കിലും ഈ ചെറുത്തലേട്ടിലെ ഈ അദ്ദേഹം ആ കുടുംബമായിട്ട് എങ്ങനെയാണ് അവിടെ കരുതപ്പെട്ടതെന്നൊക്കെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. എങ്കിലും എല്ലാവരുടെയും കൃപയും സ്നേഹവും അനുഭവിച്ച് വരേണ്ടതിന് പകരം ഈ മെത്രാച്ചൻ ഇങ്ങനെ തുടങ്ങുന്നത് ശരിയല്ല. കാരണം ഇത് വളരെ ആക്ഷേപകരമായ പ്രസംഗമാണ് അദ്ദേഹം നടത്തി. പ്രത്യേകിച്ച് ആലുവ വലിയ തിരുമേനിയൊക്കെ ഇത്തര അദ്ദേഹത്തിന്റെ വാഗ്വൈഭവം ഉപയോഗിച്ച് ആക്ഷേപിക്കുന്നത് എന്ത് ലക്ഷ്യം വെച്ചാണെങ്കിലും ഏത് കസേര ഉന്നം വെച്ചാണെങ്കിലും അതൊക്കെ സ്വാഭാവികമായ രീതിയിൽ കിട്ടുന്നതാണ് നല്ലത് എന്ന് ഞാൻ സ്നേഹബുദ്ധിയ ഉപദേശിക്കുകയാണ്. അപ്പോൾ വിജയച്ചൻ ഇന്നും ജനഹൃദയങ്ങളിൽ ചിരസ്മരണീയനായി കഴിയുകയാണ്. അതുപോലെ ജനങ്ങളുടെ കൃപ പിടിച്ചു കിട്ടുന്ന വിധത്തിൽ അതിനുള്ള കഴിവും അറിവും ഒക്കെ ഉള്ള തിരുമേനി ആ രീതി ശ്രദ്ധിക്കണം. കുറെ കൂടെ ചരിത്രമൊക്കെ കൃത്യമായിട്ട് പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാന്ന് ചോദിച്ചാൽ ഈ രാജുവച്ചൻ വളരെ മിടുക്കൻ. രാജുവച്ചൻ എന്ന് പറഞ്ഞാൽ ഈ ബാങ്ക് ജോലിക്കാരനായ ഇദ്ദേഹത്തിന്റെ പിതാവ് അച്ഛനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹം ഒരു പഴയ പോരാട്ടവീര്യം അദ്ദേഹം തുറന്നു. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ലോറിയുടെ പുറകെ തൂങ്ങിയൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ആനപ്പുറത്ത് ജാരി കയറുന്ന അത്ര ഒരു കരുത്തനാണ് അദ്ദേഹം. ഒരിക്കൽ പുതുപ്പള്ളി പള്ളിയിൽ കുറക്കാൻ അദ്ദേഹത്തെ വികാരിയച്ചനാക്കിയപ്പോൾ മെത്രാങ്കക്ഷിക്കാരായ പള്ളിയുടെ സമീപവാസികളുമായി സെമിത്തേരിയുടെ വിഷയത്തിലൊക്കെ വലിയ അടിപിടി വഴക്കൊക്കെ ഉണ്ടാക്കി. പിന്നീട് അദ്ദേഹത്തെ പീരുമേട് കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ടൊക്കെ നിയമിച്ചപ്പോൾ അവിടെ നിന്ന് കുറെ പണമൊക്കെ സംഘടിപ്പിച്ച് ഓർത്തഡോക്സിലെ കാതോലിക്ക ബാവയ്ക്ക് ഒരു ബെൻസ് കാറൊക്കെ വാങ്ങിക്കൊടുത്തു. അവിടുത്തെ ദേവലോകത്തിന്റെ പ്രീതി പിടിച്ചുപറ്റി. ആ ബെൻസിന്റെ ഒരു നന്ദി സൂചകമായിട്ടാണ് മകന് ഈ മെത്രാൻ സ്ഥാനം കിട്ടിയതെന്നും വാഗ്ദാനത്തുള്ള ചില ദോഷൈക ദൃക്കൾ പറഞ്ഞു വരുന്നുണ്ട്. അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇദ്ദേഹം മെത്രാനാകാൻ അർഹനാണ്, യോഗ്യനാണ്. അദ്ദേഹം മെത്രാനായത് നന്നായി. എനിക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ലൈവിലൊക്കെ ഇദ്ദേഹത്തെ എൻഡോഴ്സ് ചെയ്ത് സംസാരിക്കാറുണ്ട്. സ്റ്റിൽ ഐ ലവ് ഹിം ആൻഡ് ഐ ലൈക്ക് ഹിം. അദ്ദേഹം ഒരു മലങ്കര സഭയുടെ ഞാൻ പറഞ്ഞല്ലോ മത്തായി 3-ാം ബാവയുടെ ഉത്തമനായ എല്ലാ അർത്ഥത്തിലും നല്ലൊരു പിൻഗാമിയാകാൻ യോഗ്യതയുള്ള വ്യക്തിയാണ്. അത് ബർണബാസ് തിരുമേനിയുടെ നാക്ക് പൊന്നായിരിക്കട്ടെ, ഇദ്ദേഹത്തിന്റെ നെഞ്ചത്തും 3 മാല കയറുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പക്ഷെ ഇപ്പൊ ഇദ്ദേഹം ഞാനിതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞ കേട്ടോ. കാരണം കോണ്ടെക്സ്റ്റ് അറിയാതെ നമുക്ക് ഇത് ഒരിക്കലും ഇദ്ദേഹം പറഞ്ഞതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം മിഖായേൽ മാർ ദിവന്നാസ്യോസ് തിരുമേനി തറക്കല്ലിട്ട് ആരംഭിച്ച ആ പള്ളി, പുത്തഞ്ചന്ത പള്ളി, ഇപ്പോ 65-ന് ശേഷം പിന്നെ പുതുക്കി പണിതിട്ട് ഔഗേംബാവ കൂതാശി ചെയ്ത ചരിത്രം തൊട്ട് ഇപ്പൊ പറയുന്നുള്ളൂ. ഇപ്പൊ പുതിയ സുവനീറിനെ അതൊക്കെ അങ്ങനെയാണ് കാണുന്നത്. അപ്പം ആ സുവനീറൊക്കെ എന്റെ കയ്യിലിരിപ്പുണ്ട്. ഇപ്പൊ അതൊന്നും കാണിക്കുന്നത് വിസ്താരമായിട്ടാലാണ് അത് കാണിക്കാത്തതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സമയം പോകും. അതുകൊണ്ട് ഈ വട്ടശ്ശേരി തിരുമേനിയെ
ഇദ്ദേഹം കുറെ പുകഴ്ത്തി പറയുന്നുണ്ട്. വേറൊരു ക്ലിപ്പാണ്. അപ്പൊ ആ ക്ലിപ്പും ഞാൻ കാണിക്കുന്നില്ല. അതൊക്കെ വളരെയധികം വൈറലായിട്ട് ഈ വാട്സാപ്പിലൂടെ ബോധപൂർവ്വം പ്രചരിപ്പിക്കുന്നുണ്ട്.